സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർ ക്രിയേഷൻ പോലെ തന്നെയാണ് സപ്ലയറും ക്രിയേറ്റ് ചെയ്യുക. വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ മുകളിൽ ടാബ്സിൽ വന്നു കഴിഞ്ഞാൽ പാർട്ടേഴ്സ് ആൻഡ് കോണ്ടാക്ട്സിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിന് താഴെ സപ്ലയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കൊരു പുതിയൊരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ആഡ് സപ്ലയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഫുൾ ഫോം കൊടുക്കുക. ഇവിടെ സപ്ലയറുടെ നെയിം, സപ്ലയറുടെ വാറ്റ്, രജിസ്ട്രേഷൻ നമ്പർ, ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. സപ്ലയർ ഗ്രൂപ്പ് കാര്യങ്ങൾ നമുക്ക് ഏത് ഗ്രൂപ്പ് ഓഫ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സപ്ലയറുടെ ഗ്രൂപ്പ് കാര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് സപ്ലയേഴ്സ് ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള സപ്ലയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പാക്കി തിരിക്കാം. നമുക്ക് ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടാബിൽ വന്നാൽ തന്നെ ഇവിടെ നമുക്ക് കാണാം കസ്റ്റമർ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അത് സെലക്ട് ചെയ്യാം, മാപ്പ് ചെയ്യാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, സപ്ലയർ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സപ്ലയർ ആണോ, സപ്ലയറിൻ്റെ ടൈപ്പ് ഏതാണോ അത് നമുക്കിവിടെ, അതിപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണുള്ള ടീമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ കമ്പനി ആണെന്നുണ്ടെങ്കിൽ കമ്പനി എന്നുള്ളതുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഓപ്ഷൻ ഇവിടെ ഞാൻ കമ്പനി എന്നുള്ളത് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ഈ ഒരു സപ്ലയറെ കാണാൻ, ഇപ്പോൾ നമുക്ക് ഈ കമ്പനിക്ക് മാത്രം ഈ ഒരു സപ്ലയറെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പനിയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അത് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ബ്രാഞ്ചൊക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സപ്ലയറിനെ നമുക്ക് ആ ഒരു ബ്രാഞ്ചിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു കമ്പനിയിൽ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഈ കമ്പനി മാത്രം ഇവിടെ അലോക്കേറ്റ്, അത് ഓട്ടോമാറ്റിക്കായി വരും. പിന്നെ ടാക്സ് ഡീറ്റെയിൽസ്, സപ്ലയറുടെ ടാക്സ്, രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങൾ, കാറ്റഗറി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സപ്ലയറുടെ പ്രൈമറി അഡ്രസ്സ്, അതേപോലെ തന്നെ സപ്ലയറുടെ നമുക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ സപ്ലയറിന് ഒരു പേയ്മെൻറ്റ് ടേംസ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് ടേംസ് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സപ്ലയറെ സെലക്ട് ചെയ്താൽ ഈ ഒരു ടേംസ് തന്നെ, പേയ്മെൻറ്റ് ടേംസ് തന്നെ ആവും നമ്മളെ പർച്ചേസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഓരോ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, അതിനും ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സേവ് ചെയ്താൽ മതി, സപ്ലയർ ക്രിയേറ്റ് ആവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സപ്ലയർ നമ്മളെ സപ്ലയർ ലിസ്റ്റിലോട്ട് വരികയും നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഫസ്റ്റ് സപ്ലയർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ ഒരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്.